ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കൈമ റൈസ് കൊണ്ടുള്ള ഒരു നാടൻ ബിരിയാണിയാണ്. ഇതിൽ ഞാൻ ഫുഡ് കളറോ മറ്റ് എസൻസോ ഒന്നും ചേർക്കുന്നില്ല. തനതായ ശൈലിയിലാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും ഞാനിവിടെ ഒരു പിടി കാഷ്നട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മൂക്കുന്നത് വരെ നമ്മളിത് വറുത്ത് കോരണം. ഈ ഒരു കളറിൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടി കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇതും എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. നമ്മളിത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് പോരുത് കേട്ടോ. ഈ ഒരു കളറിൽ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയേക്കണം. ഇതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ ഒരു സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലൈസ് ചെയ്ത സവാള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ കളർ വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം. ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. സവാള ഇവിടെ മൂത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കണം. ഒരുപാട് ഇത് എണ്ണയിലിട്ട് മൂപ്പിച്ചേക്കരുത് കേട്ടോ, എങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ സവാള ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണ തന്നെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലെ ഫ്ലേവർ നിൽക്കുന്നത് കൊണ്ടാണ് ആ എണ്ണ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും ഞാനിവിടെ 4 മീഡിയം സൈസിലെ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത്. സവാള ഇതുപോലെ വഴണ്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 4 പച്ചമുളക് ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ച മണമൊന്ന് മാറത്തക്ക രീതിയിൽ നമ്മളിത് വഴറ്റിയെടുക്കും. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതിവിടെ വഴണ്ടി വരുമ്പോഴേക്കും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ആ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. വഴണ്ട ശേഷം മാത്രമേ നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യൂമിൻ സീഡ് പൗഡറാണ് കേട്ടോ. അതും കൂട്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മളിട്ട പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമ്മളിതിലേക്ക് ഞാനിവിടെ 3 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമ്മളിത് മൂടി വെച്ച് എല്ലാം ഒന്ന് വേവിച്ചെടുക്കും. അതായത് ആ ടൊമാറ്റോ ഉടയുന്നത് വരെ നമ്മളിതുപോലെ മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് പുതിനയിലയും ഏകദേശം 1 കപ്പ് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും.
ശരിക്ക് ഈ മസാലയ്ക്ക് തന്നെ ഇപ്പം നല്ല ഒരു മണമാണ് വരുന്നത് കേട്ടോ. ഇതിവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ 1.5 കിലോ ചിക്കൻ, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഞാനിവിടെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം മസാല ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ പൊടികൾ ഇതിലേക്ക് ചേർത്തത്. ഇത്രയും പൊടികൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പം നമുക്കിത് ഈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് അരി വെള്ളത്തിലിടാം. ഞാനിവിടെ ജീര എന്ന് പറയുന്ന കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 1 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിനി വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ കപ്പിലാണ് അളന്നെടുക്കുന്നത്. ഇപ്പോൾ 1 കിലോ അരി എനിക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ കപ്പിൽ ഒരു 3 ഗ്ലാസ്സോളം വരും. ഇപ്പോൾ നമ്മൾ ഇത് വറ്റിച്ചാണ് ഈ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10-20 മിനിറ്റ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുതിർക്കാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് ഊറ്റി വെച്ചിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അരി ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഈ അരി ഒന്ന് കുതിരാനായിട്ട് വെക്കും. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഞാനിത് വെള്ളത്തിലിട്ട് കുതിർക്കും കേട്ടോ. ചിക്കൻ ഇവിടെ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. കണ്ടോ, ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിരുന്നില്ല. ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ്. ഒട്ടും നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും, അതിൻ്റെ കളറിനൊരു ഡിഫറൻസ് വരും. അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ചാറ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെന്ത് വരുമ്പോഴേക്ക് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. വീണ്ടും നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും കേട്ടോ. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് തൈര് നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ തൈര് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കേണ്ടത്. ഇനി വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി ഞാനിത് കണ്ടോ, എല്ലാം നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പം ഒരു 2-3 മിനിറ്റും കൂടി ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് മൂടി വയ്ക്കാതെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ചാറ് ഒരുപാട് വേണം എന്നുള്ളവർ ഈ ഒരു സ്റ്റേജിൽ നമുക്കെടുക്കാം കേട്ടോ. പക്ഷെ കുറച്ചുകൂടി ഇതൊന്ന് കുറുകട്ടെ. ഇതിവിടെ കുറുകിയിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി ഞാൻ ഈ പാന് അടച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഇവിടെ ചൂടാകുമ്പോഴേക്കും ഞാനിവിടെ 8 ഗ്രാമ്പൂ, 3 പീസ് പട്ട, 4 ഏലക്ക ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ചൂടാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു സവാളയും 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഈ കറിവേപ്പില ഇതിന് മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഐറ്റമാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയതുകൊണ്ടാണ്
കട്ടിക്കിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ചൂടിലേക്ക് ഇടുമ്പോഴേക്ക് അത് താനെ അങ്ങ് മെൽറ്റായിക്കോളും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ 4.5 ഗ്ലാസ് വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിളച്ച വെള്ളം തന്നെ എടുക്കണം കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതാണ് കണക്ക് കേട്ടോ, അത് മറന്നുകൊണ്ട. ഇനി ഇതിലേക്ക് ഞാനിവിടെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ചോറിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടുതൽ ഇടേണ്ടി വരും, എന്നാൽ മാത്രമേ ആ റൈസിലേക്ക് പിടിക്കത്തുള്ളൂ. അധികമായി പോകണ്ട, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി വേണം ഉപ്പ് ചേർക്കാനുള്ളത്. എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ അരി ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ പാത്രം മൂടി വെച്ചിട്ട് ഈ ചോറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നെയ്ച്ചോറല്ലേ, അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ട് ഡം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇത് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ടാണ് വേവിച്ചെടുത്തത്. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അടപ്പ് മാറ്റിയപ്പോൾ കണ്ടോ, ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി ഇനി ഇത് നമ്മൾ ഡം ചെയ്യുമ്പോഴാണ് വേകുന്നത്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഡം ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡം ചെയ്യേണ്ട പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവിയും 3-4 കഷ്ണവും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് വെച്ച് കൊടുക്കാം. ഈ മസാല കവർ ചെയ്യത്തക്ക രീതിയിൽ വേണം നമ്മൾ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാനുള്ളത്. നെയ്ച്ചോറിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1 ടീസ്പൂൺ മതിയാവും, അതിൽ കൂടണ്ട. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും സവോളയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൈനാപ്പിളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ഒരു ടേസ്റ്റും നല്ല ഒരു മണമാണ് വരുന്നത് കേട്ടോ നമ്മൾ പൈനാപ്പിളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ. വീണ്ടും നമുക്ക് ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ. റൈസ് ഇട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത ശേഷം വീണ്ടും നമുക്ക് നമ്മുടെ ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഇനി ബാക്കിയിരിക്കുന്ന ചിക്കൻ്റെ മസാല ഫുള്ളായിട്ട് നമുക്ക് ഈ റൈസിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ബാക്കി റൈസും കൂടി ഇതിന് മുകളിലേക്കിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പാത്രം അടപ്പ് കൊണ്ട് മൂടിയിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഡം ചെയ്തെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. നല്ല ഒരു മണം വരുവാണ് കേട്ടോ. ശരിക്കും ആ പൈനാപ്പിളും നെയ്യും ഒക്കെ ചേർന്നിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര മണമാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കാണിച്ചു തരാം. കണ്ടോ, കുഴയുകയോ അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങിയൊരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഈ ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഈ ബിരിയാണി വെച്ചിട്ട് നല്ല ലെവൽ ചെയ്ത് ഇതൊന്ന് അമർത്തി കൊടുക്കും. എന്നിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതിനെ ഒന്ന് കമഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ കൈമ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം കേട്ടോ.